ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലെ ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട്. അവണ്ടല സൺഡേ മാർക്കറ്റ് എന്നാണ് പറയാം കേട്ടോ. ഇവിടെ എല്ലാ സൺഡേയും രാവിലെ 7 മണി മുതൽ 1:30 വരെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ അധിക സൺഡേസും ഞങ്ങളിവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ശരിക്കും ഈ ആടിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ് കേട്ടോ. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണില്ല, ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നല്ല തിരക്കുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ വരുന്നോണ്ട് വേഗം പാർക്ക് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് നടക്കുക. ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടണം. കാരണം വണ്ടികൾ ഇറങ്ങുന്നതനുസരിച്ച് വേറെ വണ്ടികൾ ആ ഒരു സ്പേസിലേക്ക് കയറും. അപ്പൊ നമുക്ക് സ്പേസ് കിട്ടൂല. അപ്പോൾ കുറച്ച് നേരമായി നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ഫൈനലി നമുക്ക് കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വണ്ടി വരുന്നു. സോറി ഗൈസ്, അത് പോയി, ആ പാർക്കിംഗ് സ്പേസ് പോയി. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവരോട് ഞാൻ പറയാണ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലാണ്. അപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസത്തോളമായി. അപ്പോൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളും ഒക്കെയാണ് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഓണാക്കിയാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ പാത്രങ്ങളും അതേപോലെ തന്നെ അതാ ഫാൻസി ഐറ്റംസ്, ഡ്രസ് ഐറ്റംസുകള്, ചെപ്പൽസ്, എല്ലാതരം സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാം. ഈ ഒരു എൻട്രൻസ് ഏരിയയിലാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളൊക്കെ. ഇപ്പൊ നമ്മൾ പോകുന്നത് അവണ്ടലയിൽ തന്നെ ഈ ടൂൾസ്, മെഷീൻസുകള്, മെഷീനറി ഐറ്റംസുകൾ ഉണ്ടല്ലോ, പുതിയതും പഴയതായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. കുറച്ചൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് സാധനങ്ങൾ കുറഞ്ഞ റേറ്റിന് കിട്ടും.
പോപ്കോൺ മേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. ഇവിടെ ഈ പോപ്കോൺ ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പോപ്കോണിന്. ഒരു പാക്കറ്റിന് $5 അങ്ങനെ തോന്നുന്നു കേട്ടോ റേറ്റ് വരുന്നത്. കല്ലുമ്മക്കായാണ് കേട്ടോ. That one, it's me. I like that one instead of the seven. Very beautiful. Don't look at the color, but the meat is quite like people. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഫുഡ് കോർട്ട്സ് കൂടുതലായിട്ടുള്ള ഏരിയ. ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. So smart, no, run the hoop, keep it on the low, low, I'm like, damn, make you happy, everybody was
Coriander, $1. $1. ഇവിടെ ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം ഇത് സ്റ്റാളുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങും കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏകദേശം ഈ 1 മണി 1:30 ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഓഫർ പ്രൈസിൽ അവർ സാധനങ്ങൾ വിൽക്കും കേട്ടോ. സാധാരണ ഇവിടെ സാധനങ്ങൾ വിൽക്കുമ്പം ഈ ഒരു ബോർഡിലാണ് പ്രൈസ് എഴുതി വെക്കുക. അപ്പോൾ 1 മണി 1:15 ആയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പ്രൈസുകളൊക്കെ കുറയ്ക്കും, അവർ കുറച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം സാധനം തന്നെ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നാട്ടിലുള്ള ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ അതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ പൊതുവേ വെജിറ്റബിൾസിനൊക്കെ ഫ്രൂട്ട്സിനും അത്യാവശ്യം നല്ല റേറ്റാണ്. ആകെ റേറ്റ് കുറവുള്ളത് ഉള്ളി, കിഴങ്ങ്, അതേപോലെ തക്കാളി, ഇതിനൊക്കെ റേറ്റ് കുറവാണ്. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി, കുറച്ചെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കുറയും. അതാണ് ഇവിടെ വരുന്നതിനുള്ള ഏക ഒരു ബെനിഫിറ്റ് അതാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം എല്ലാ സംഭവങ്ങളും ഉണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ അതേപോലെ ഡ്രസ്സ് ഐറ്റംസുകൾ, കുറേ ചെടികൾ, കുറേ ഫിഷ്, പിന്നെന്താ പറയുക, എല്ലാ ഐറ്റംസും മക്കൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അല്ല ഞാൻ പറഞ്ഞേ
അങ്ങനെ സൺഡേ മാർക്കറ്റിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ വന്ന ഏരിയയിലെ പാർക്കിംഗ് ഒരു സ്പേസ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വേറൊരു സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടികളൊക്കെ എല്ലാം കുറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളും പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.